ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 10 എക്സാമ്പിൾ 2 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 2 tangents TP and TQ are drawn to a circle with the center O from an external point T. Prove that angle PTQ is equal to 2 angle OPQ. അപ്പോൾ നിങ്ങൾക്ക് റഫായിട്ട് ഞാൻ ആ ഫിഗർ ഇങ്ങോട്ടൊന്ന് വരച്ചു തരാം. സെൻറ്റർ O ആയിട്ടുള്ള സർക്കിളിൻ്റെ രണ്ട് ടാൻജൻസ് ആണ് TPയും TQയും എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് സർക്കിൾ വിത്ത് സെൻറ്റർ O. പിന്നെന്താണ് TPയും TQയും ടാൻജൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ്? ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിൻറ്റ് T. അപ്പോൾ ഇതാണ് എക്സ്റ്റേണൽ പോയിൻറ്റ് T. ഇവിടെ നിന്നുള്ള ടാൻജൻസ് ആണ് TPയും TQയും. ദിസ് ഈസ് TP ആൻഡ് ദിസ് ഈസ് TQ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ആംഗിൾ PTQ. ഈ ആംഗിള് എന്തിന് ഈക്വലാണ്? 2 ആംഗിൾ OPQ. അപ്പോൾ ആംഗിൾ OPQ എന്ത് ചെയ്യേ? ഇതാണ് ആംഗിൾ OPQ എന്ന് പറയുന്നത്. അതായത് ഇതാ ഈ ആംഗിള്. മനസ്സിലായല്ലോ? സെൻറ്റർ Oയിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഫിഗർ വരയ്ക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ ഫിഗർ വരയ്ക്കണം. ആംഗിൾ PTQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OPQ. അപ്പോൾ ഞാനിവിടെ ഫിഗർ ഇച്ചിരി ക്ലിയർ ആയിട്ട് എടുക്കുകയാണ് കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇതാണ് ഞാൻ വരച്ച ഫിഗർ. അപ്പോൾ എനിക്കിവിടെ സ്കെയിലും പെൻസിലും കോമ്പസും ഒന്നും ഇല്ലാത്തത്, ഇതിൽ വെച്ച് വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ ഫിഗറിങ് എടുത്തു കേട്ടോ. മനസ്സിലായല്ലോ? അപ്പോൾ PTQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OPQ എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ദാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നമുക്കിവിടെ ഗിവണും ടു പ്രൂവ് ഒക്കെ നമ്മളിവിടെ എഴുതണം. എന്തൊക്കെയാണ് ഗിവൺ ചെയ്തിട്ടുള്ളത്? TP ആൻഡ് TQ ആർ 2 tangents to a circle with the center O from an external point T. ടു പ്രൂവ് എന്താണ്? നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് നമ്മളങ്ങ് എഴുതുന്നു. ആംഗിൾ PTQ ഈസ് ഈക്വൽ ടു 2 ആംഗിൾ OPQ. ഇനി നമ്മളിതിൻ്റെ പ്രൂഫ് എഴുതുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ഗിവൺ ചെയ്തിട്ടുണ്ട്? TPയും TQയും ടാൻജൻസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിയറം 10.2 വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? TP ഈസ് ഈക്വൽ ടു TQ എന്ന് പറയാം. എന്തായിരുന്നു തിയറം 10.2? എന്തായിരുന്നു? The length of tangents drawn from an external point to a circle are equal. അപ്പം TPയും TQയും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ട്രയാങ്കിൾ TPQ ഒരു ഐസോസലസ് ട്രയാങ്കിൾ ആണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതൊരു രണ്ട് സൈഡ്സ് ഈക്വലായിട്ട് വരുന്ന ട്രയാങ്കിൾ ഐസോസലസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ TQന് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും TPക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ആംഗിൾസിന് ഞാൻ X എന്ന് കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഇതൊക്കെ നമ്മൾ 9th പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തെഴുതാം? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? TP ഈസ് ഈക്വൽ ടു TQ. TP ഈസ് ഈക്വൽ ടു TQ. റീസൺ എഴുതണം. ബൈ തിയറം 10.1. അപ്പോൾ TP ഈസ് ഈക്വൽ ടു TQ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ TPQ ഈസ് ഈക്വൽ ടു ആംഗിൾ TQP. Therefore ആംഗിൾ TPQ ഈസ് ഈക്വൽ ടു ആംഗിൾ TQP. രണ്ടും ഈക്വലാണ്. രണ്ടിന് ഞാൻ X എന്ന് കൊടുക്കുന്നു. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇനി നമ്മളിവിടെ ആംഗിൾ സം പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇൻ ട്രയാങ്കിൾ ഏതാണ്? TPQ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. TPQ എന്നോ QTP എന്നോ PQT എന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ TPQ ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? ആംഗിൾ PTQ പ്ലസ് ആംഗിൾ TQP പ്ലസ് ആംഗിൾ TPQ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഞാനിവിടെ എഴുതുന്നു ആംഗിൾ PTQ പ്ലസ് ആംഗിൾ TQP പ്ലസ് ആംഗിൾ TPQ ഈസ് ഈക്വൽ ടു 180
ഡിഗ്രി. ഇനി ഇവിടെ ഈ 2 ആംഗിൾസ് എക്സ് ആണ്, അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ പി ടി ക്യു അതേപോലെ തന്നെ എഴുതുന്നു. പ്ലസ് ടി ക്യു പി എന്താണ്? എക്സ്. പ്ലസ് ടി പി ക്യു എന്താണ്? എക്സ് ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ പി ടി ക്യു പ്ലസ് 2x ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് അടുത്ത സ്റ്റെപ്പ് എഴുതാം. ഇത് ടഫായിട്ടുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാ സ്റ്റെപ്പുകളും എഴുതുന്നത് കേട്ടോ. അപ്പോൾ ആംഗിൾ പി ടി ക്യു എന്ത് വരും? 180 ഡിഗ്രി മൈനസ് 2x. ഇവിടുന്ന് നമുക്ക് കോമൺ എടുക്കാം, 2 കോമൺ എടുക്കാം. 2 കോമൺ എടുത്താൽ 180ൽ നിന്ന് 2 എടുത്താൽ ബാക്കി 90 മൈനസ് 2x നിന്ന് 2 എടുത്താൽ ബാക്കി x. അപ്പോൾ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ആംഗിൾ പി ടി ക്യു ഈസ് ഇക്വൽ ടു എന്ത് കിട്ടി? 2 × 90 മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അതാ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? ആംഗിൾ പി ടി ക്യു ഈസ് ഇക്വൽ ടു 2 × ഒ പി ക്യു. അപ്പോൾ നമുക്ക് പി ടി ക്യു ഈസ് ഇക്വൽ ടു 2 × 90 മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഈ 90 മൈനസ് എക്സ് ഒ പി ക്യു ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി അടുത്തത്, അപ്പോൾ നമുക്കിവിടെ ഒ പി ക്യു ആണ് വേണ്ടതല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്തത് എന്തെടുക്കാം? ഈ ഒ പി ടി നമുക്കറിയാം 90 ഡിഗ്രി ആണെന്നറിയാം. തിയറം 10.1 വെച്ചിട്ടറിയാം അല്ലേ? സെൻറ്ററിൽ നിന്ന് പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലേക്ക്, ടാൻജൻറ്റിനായിട്ടുള്ള പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റിലേക്കുള്ള ഈ റേഡിയസ് ടാൻജൻറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് തിയറം 10.1. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഒ പി ടി ഈസ് ഇക്വൽ ടു ആംഗിൾ ഒ പി ടി ഈസ് ഇക്വൽ ടു എന്താണ്? ഒ പി ക്യു പ്ലസ് ടി പി ക്യു. ഈ 2 ആംഗിളും കൂടെ ചേരുന്നതാണ് ഒ പി ടി എന്ന് പറയുന്നത് അല്ലേ? എന്തൊക്കെയാണ്? ആംഗിൾ ഒ പി ക്യു പ്ലസ് ആംഗിൾ ടി പി ക്യു. ഇതാണ് ആംഗിൾ ഒ പി ടി എന്ന് പറയുന്നത്. അപ്പോൾ ആംഗിൾ ഒ പി ക്യു എന്നും പറഞ്ഞ് ഞാൻ ഇതിനെ എഴുതുന്നു. ആംഗിൾ ഒ പി ക്യു എന്ത് വരും? അപ്പം ഇതിനെ ഞാൻ ഇങ്ങോട്ട് ട്രാൻസ്പോസ് ചെയ്യുന്നു. അപ്പോൾ ആംഗിൾ ഒ പി ടി മൈനസ് ആംഗിൾ ടി പി ക്യു. ഒ പി ടി എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പോൾ 90 ഡിഗ്രി മൈനസ് ടി പി ക്യു എന്താണ്? എക്സ് ആണ്. അപ്പോൾ ആംഗിൾ ഒ പി ക്യു നമുക്ക് എന്ത് കിട്ടി? 90 മൈനസ് എക്സ് എന്ന് കിട്ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാം? ഈ 90 മൈനസ് എക്സ് എന്ന് പറയുന്നത് ആംഗിൾ ഒ പി ക്യു ആണ്. ഇതിനെ ഞാൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ പി ടി ക്യു ഈസ് ഇക്വൽ ടു 2 × എന്താണ്? 90 മൈനസ് എക്സിന് പകരം ഞാനിവിടെ ആംഗിൾ ഒ പി ക്യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആംഗിൾ ഒ പി ക്യു 2 × ആംഗിൾ ഒ പി ക്യു. ഇതാണ് ആംഗിൾ പി ടി ക്യു ഈസ് ഇക്വൽ ടു 2 ആംഗിൾ ഒ പി ക്യു. നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കണ്ടോ? പ്രൂവ് ചെയ്യാനുള്ളത് തന്നെ നമുക്കിവിടെ കിട്ടി. അപ്പോൾ ആദ്യം നിങ്ങൾ നമുക്ക് ഹിൻറ്റ് തന്നിട്ടുണ്ട്. ടി പിയും ടി ക്യുവും ടാൻജൻസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തിയറം 10.2 വെച്ചിട്ട് ടി പി ഈസ് ഇക്വൽ ടു ടി ക്യു. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളായി, അതുകൊണ്ട് ആംഗിൾ ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. പിന്നെ നമ്മൾ ആംഗിൾ സം പ്രോപ്പർട്ടി ഇവിടെ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആംഗിൾ പി ടി ക്യു ഈസ് ഇക്വൽ ടു 2 × 90 മൈനസ് എക്സ് എന്ന് കിട്ടും. അടുത്തത് നമ്മൾ ഒ പി ടി ആണ് നമുക്ക് അടുത്തത് അറിയാവുന്നത്. ഇത് 90 ഡിഗ്രി ആണ് എന്നറിയാം. ഒ പി ടി എന്ന് പറയുന്നത് ഒ പി ക്യു പ്ലസ് ടി പി ക്യു ആണ്. അതിനെ നമ്മൾ ഒ പി ക്യു ഈസ് ഇക്വൽ ടു എന്നും പറഞ്ഞ് നമ്മൾ എഴുതുന്നു. ഇവിടെ നമുക്ക് ഒ പി ക്യു ആണ്, അതുകൊണ്ട് ഒ പി ക്യു ഈസ് ഇക്വൽ ടു ഒ പി ടി മൈനസ് ടി പി ക്യു. ഒ പി ടി എന്താണ് എന്നറിയാം? ഒ പി ടി 90 ആണ് എന്നറിയാം. മൈനസ് ടി പി ക്യു ഈസ് എക്സ്. ഈ 90 മൈനസ് എക്സ് എന്ന് പറയുന്നതാണ് ഒ പി ക്യു. അത് നമ്മൾ ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 ഇൻ ഇക്വേഷൻ 1 എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ എഴുതാം കേട്ടോ. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ 2 കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.